ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചങ്കായ സോണി വിളിച്ചതിൻ്റെ പ്രകാരമാണ് ഞാനിവിടെ എത്തിയത്. നല്ല ഫ്രഷ് മീൻ വിൽക്കുന്നെന്ന് പറഞ്ഞു, പിടയ്ക്കുന്ന മീൻ, കൂരി. അപ്പോൾ ചോദിക്കും, ആരാണ് സോണി, ആരാണ് ചങ്ക്? അതെ, ഞാൻ കാണിച്ചു തരാം സോണിയെ, ചങ്കിനെ കാണിച്ചു തരാം. ആ ബൈക്കിൽ നിൽക്കുന്നതിനാണ് ചങ്ക്, സോണി. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരേ മനസ്സാണ്, ഏത് കാര്യത്തിനും കൂടെ നിൽക്കും. അവൻ നാട്ടിൽ ഓട്ടോ ഓടിക്കുകയാണ്. അങ്ങനെ കവർ ഇല്ലായിരുന്നു മീൻ മേടിക്കാൻ. അങ്ങനെ കവർ മേടിക്കാനായി തൊട്ടടുത്ത വീട്, എൻ്റെ ചിറ്റപ്പൻ്റെ വീട്, തങ്കപ്പൻ ചിറ്റപ്പൻ്റെ വീട്ടിൽ വന്നപ്പോൾ പ്രാവ്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷിയാണ് പ്രാവ്. അങ്ങനെ പ്രാവിനെയൊക്കെ കണ്ടു. എനിക്ക് അവിടെ നിന്ന് പോകാനൊട്ടും മനസ്സില്ല. പ്രാവിനെ അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ തത്തമ്മയുടെ ഷൂളോടിയൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ അവിടുന്ന് കവറും മേടിച്ചു വീണ്ടും പ്രാവിൻ്റെ അടുത്ത് വന്നു. പ്രാവിനെയൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. നല്ല രസമുള്ള പ്രാവ്, നല്ല ഇണക്കമുള്ള പ്രാവ്. അതിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിന് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സൗന്ദര്യമുള്ള പ്രാവുകൾ, കുഞ്ഞുങ്ങളൊക്കെ അതിരിപ്പുണ്ട്. അങ്ങനെ പ്രാവിനെയൊക്കെ കണ്ട് ഞാൻ സോമണ്ണൻ്റെ അടുത്ത് വന്നു. സോമണ്ണനാണ് മീൻ വിൽക്കുന്നത്. ആയിരിക്കുന്നതാണ് സോമണ്ണൻ. കൂടെ നിൽക്കുന്നത് സോമണ്ണൻ്റെ വൈഫാണ് വലയെന്ന് മീനൊക്കെ പെറുക്കിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ 200 രൂപയ്ക്ക് മീൻ തരാൻ പറഞ്ഞു. അങ്ങനെ സോമണ്ണൻ മീൻ പെറുക്കുകയാണ്. അതെനിക്ക് വേണ്ടിയല്ല, സോണി വിളിച്ചുകൊണ്ട് വന്ന കിളിമുക്കല വല്യണ്ണന് വേണ്ടിയാണ് പെറുക്കുന്ന മീൻ. ഇതാണ് കിളിമുക്കല വല്യണ്ണൻ, താടിക്കാരൻ. നല്ല പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലമാണ്. എത്ര കണ്ടാലും മതി വരത്തില്ല. ഈ നിൽക്കുന്നതാണ് അരുണണ്ണൻ, എൻ്റെ പരിചയക്കാരനാണ്. അങ്ങനെ വല്യണ്ണൻ 200 രൂപയ്ക്ക് മീനും മേടിച്ചു. ആ ഇരിക്കുന്നതാണ് അരുണൻ്റെ ചേട്ടൻ രമണണ്ണൻ. അതാണ് വൈഫ് സോമണ്ണൻ്റെ. അങ്ങനെ എനിക്ക് മീൻ വലയെന്ന് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രഷ് മീനാണ്, കൂരി. ഇതാണ് ഭാഷയാണ് മീൻ എനിക്ക് കൈമാറിയത്. ഇത് ശ്രീനിയണ്ണൻ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ശ്രീനിയണ്ണൻ. അങ്ങനെ ഞാനും മേടിച്ച് 200 രൂപയ്ക്ക് മീന, നല്ല ഫ്രഷ് മീന. അങ്ങനെ ഞാൻ വണ്ടിയെടുത്തു, യാത്ര ആരംഭിച്ചു. ഈ റോഡ് ചെന്ന് ചേരുന്നത് ചവറമുക്കിനാണ്, അല്ലെങ്കിൽ മല്ലിക്കാട്ട് കടവ്. ഇതെല്ലാം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാം എൻ്റെ പരിചയക്കാരാണ്, സ്നേഹമുള്ളവരാണ്, ചങ്കുകളാണ്. ഈ വലത് സൈഡിൽ കാണുന്നതാണ് അയ്യപ്പൻ്റെ വീടും കഴിഞ്ഞു. ഞാൻ വീണ്ടും മുന്നോട്ട് യാത്രയായി. ഇനി ചെല്ലുന്ന ജംഗ്ഷനാണ് മല്ലിക്കാട്ട് കടവ്. കരിയിലക്കുളങ്ങരയിൽ നിന്ന് മല്ലിക്കാട്ട് കടവ് ഒറ്റ റോഡാണ്, നല്ല അടിപൊളി റോഡാണ്. മല്ലിക്കാട്ട് കടവ് എൻഡാണ് റോഡിൻ്റെ. അത് കഴിഞ്ഞാൽ പിന്നെ കായലാണ്. അങ്ങനെ ഞാൻ കായലിൻ്റെ എൻഡ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ കായലിൻ്റെ എൻഡിലോട്ട് വണ്ടി ഓടിച്ച് യാത്രയായി. ഈ റോഡ് വന്നവസാനിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നേരത്തെ കടവുണ്ടായിരുന്നു, അങ്ങനായിരുന്നു മല്ലിക്കാട്ട് കടവെന്ന് പേര് വന്നത്. ഇവിടം വരെയുള്ള റോഡ് എൻഡ്. അങ്ങനെ നിന്നപ്പോൾ കായലിൽ നിന്ന് ബോട്ട് വരുന്നു. എന്നാൽ ബോട്ടും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. അങ്ങനെ ബോട്ടും പോയി. എന്നാൽ തിരിച്ച് ഇനി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടെ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര ആരംഭിച്ചു. ഇവിടെ നേരത്തെ ചവറമുക്കെന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. മല്ലിക്കാട്ട് കടവെന്നും അറിയും. അങ്ങനെ ഞാൻ മുന്നോട്ട് യാത്ര ചെയ്തു. അങ്ങനെ റോഡിൻ്റെ വലത് സൈഡിൽ ഒരു കടയുണ്ട്, എളമ്പുളശ്ശേരി കട. ആ കടയിൽ നിന്നായിരുന്നു ചെറുപ്പത്തിൽ സൈക്കിൾ പഠിച്ചത്. അങ്ങനെ ഇവിടെ വന്ന് റൈറ്റ് തിരിഞ്ഞാണ് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. ഇതാണ് എൻ്റെ വീട്ടിലോട്ടുള്ള റോഡ്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വീണ്ടും യാത്രയായി. എൻ്റെ വീട് എത്താറായി. ഈ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലായ
മൈ ബ്ലോഗ്സിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് ഇനി ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. അന്നേരം ഒരു വണ്ടിയുടെ ഹോൺ അടി കേട്ടു. അതെ, അയ്യപ്പൻ, എൻ്റെ കൂട്ടുകാരൻ അയ്യപ്പൻ വീട്ടിലോട്ട് ചോറ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ വീട് എത്തി. വീട്ടിൽ കയറി അമ്മയെ വിളിച്ചു. അമ്മ പാത്രം എടുത്തുകൊണ്ട് വന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഫ്രഷ് മീൻ മേടിച്ചുകൊണ്ട് വന്ന് കൂരി. അങ്ങനെ അമ്മ പാത്രം എടുത്തുകൊണ്ട് വിളിച്ചു എന്നെ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഹായ്. അങ്ങനെ മീൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ മീൻ പെറുക്കി പാത്രത്തിലൊക്കെ ഇട്ടു. അമ്മ മീൻ വെട്ടാൻ പോയി. എനിക്ക് മില്ലിൽ പണിയുണ്ടായിരുന്നു. ഞാൻ മില്ലിലോട്ടും പോയി. പണിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ കറി വെച്ചു. ചീനിയും പുഴുങ്ങി. നല്ല പരിഞ്ഞിലുള്ള മീനായിരുന്നു. അങ്ങനെ ചീനിയും പുഴുങ്ങി ഞാൻ കഴിച്ചു. ഹാ സൂപ്പർ, എന്ത് അടിപൊളി, എന്ത് ടേസ്റ്റ്. ഈ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലായ മൈ ബ്ലോഗ്സിൽ കയറി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.